അപ്പൊ നമ്മള് പിന്നെ യൂട്യൂബിന്റെ കാര്യത്തിൽ വരുന്ന സമയത്ത് വേൾഡിലെ ഏറ്റവും വലിയ യൂട്യൂബർ എന്ന് പറയുന്ന ആള് മിസ്റ്റർ ബീസ്റ്റ്. ഇതാണ് മിസ്റ്റർ ബീസ്റ്റ്. 35 കോടി സബ്സ്ക്രൈബേഴ്സ് ആണ് ആൾക്കുള്ളത്. ആളുടെ ഒരു മന്ത്ലി വരുമാനം എന്നൊക്കെ പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി പറയുന്നത് പിന്നെ ആൾക്ക് ഏകദേശം 5000 കോടി ഇപ്പോ വരുമാനമുണ്ടെന്നാണ് പറയുന്നത്. മന്ത്ലി അല്ല, 5000 കോടി ഉണ്ടെന്ന് പറയുന്നത്. മന്ത്ലി ആണോ ആനുവലി ആണോ എന്നുള്ളത് ഓർമ്മയില്ല. എന്തായാലും സംഭവം മൂപ്പർക്ക് നല്ലപോലെ പൈസ കിട്ടുന്നുണ്ട്. അപ്പൊ ഇത് ഇവിടെ പറയാൻ കാരണം ഈ മിസ്റ്റർ ബീസ്റ്റ്, ഞാൻ ഇന്ന് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. മിസ്റ്റർ ബീസ്റ്റ് 5 വർഷം കൊണ്ട് 100 വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടാണ് ആളുടെ വീഡിയോ വൈറലായത്, അല്ലെങ്കിൽ ആളൊന്ന് ഒരു വർഷത്തിലേക്ക് എത്തിയത് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ സമയത്ത് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ 10-20 വീഡിയോസ് ഇടുമ്പോഴേക്കും നമ്മൾ മാനസികമായിട്ട് ഡൗൺ ആയി പിന്നെ വീഡിയോ ഇടാത്തൊരു സാഹചര്യമൊക്കെ വരുന്നുണ്ട്. അതിൽ പിന്നെ മറ്റു പല കാര്യങ്ങളും ഉണ്ട്. അപ്പൊ മിസ്റ്റർ ബീസ്റ്റ് ഇതിൽ നിന്ന് ഒരുപാട് സമ്പാദിക്കുന്നുണ്ട്. കാരണം ഇപ്പൊ അയാളെ സർവീസിന്റെ വീഡിയോ ഉണ്ട് 21 മണിക്കൂർ കൊണ്ട് ഏകദേശം 3.2 crores ആയിട്ടുണ്ട്. അപ്പൊ കമ്പനിയിലൊക്കെ വളരെ മാരകമായിരിക്കുന്നതാണ്. കമ്പനിയുടെ കേസിൽ മൂപ്പര് 10-20 കമ്പനീസ് ഉണ്ടാക്കി അത് ഏതാണ് ബെറ്റർ നോക്കി അങ്ങനെ കുറെ ടീമൊക്കെ ഉണ്ട് അവർക്ക്. പിന്നെ വലിയ വലിയ ആൾക്കാരാകുമ്പോൾ ആ രീതിയിലേക്ക് അവരുടെ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഇതാണ് നമ്മുടെ യൂട്യൂബിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പൊ എല്ലാവരും യൂട്യൂബിൽ വന്ന പുതിയ ആളുകളൊക്കെ എന്ത് ചെയ്യും, ജസ്റ്റ് ഒന്ന് ക്ഷമിക്കുക. നമ്മൾ കുറച്ച് വീഡിയോ ഇട്ട് നോക്കുക, വീഡിയോ റീച്ച് ആവുന്നത് വരെ ഒന്ന് ക്ഷമിക്കുക. ഇനി ഇതിന്റെ കൂടെ മറ്റൊരു കാര്യം പറയാനുള്ളത്, സാധാരണ പുതുതായിട്ട് വരുന്ന യൂട്യൂബേഴ്സ് സബ്സ്ക്രൈബേഴ്സിനെ ചോദിച്ചിട്ടും അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരോട് നമുക്ക് കമന്റ് കാണാൻ ഒരുമിച്ച് മുന്നേറാന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ പോയിട്ട് ഇങ്ങനെ ഒരാളോട് ചോദിക്കാം, എന്താ ചാനൽ ഒന്ന് സബ് ചെയ്യുമോ, ഞാൻ അങ്ങോട്ട് ചെയ്യാം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇതിൽ നിങ്ങൾ കോറായിട്ട് മിസ്സാവുന്ന കുറച്ച് കാര്യങ്ങൾ, കുറച്ച് സെറ്റിങ്സ് ഉണ്ട്. സെറ്റിങ്സ് നമുക്ക് പറയാൻ പറ്റില്ല, അനലറ്റിക്സ് ആണ്. സെറ്റിങ്സ് എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റം വെച്ച് നമ്മൾ അങ്ങനെ വൈറലാവുമെന്ന് വിചാരിക്കണ്ട. പക്ഷെ ചെറിയ ചെറിയ പല കാര്യങ്ങളും നമ്മൾ നോക്കിയിട്ടാണ് നമ്മുടെ വീഡിയോന്റെ റീച്ച് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ഒരു തുടക്കക്കാരനായ ആള്, സ്റ്റാർട്ടിംഗ് ഉള്ള ആള് നോക്കേണ്ടത് എന്ന് നമുക്ക് വളരെ ചുരുക്കത്തിൽ പറയാം. അപ്പൊ അതിൽ ആദ്യം നിങ്ങൾ വൈറ്റി സ്റ്റുഡിയോ എടുക്കുക. ഇതിപ്പോ എന്റെ ചാനൽ ചെക്ക് ചെയ്യാൻ തന്ന ഏതോ ഒരാളുടെ പേര് ഓർക്കുന്നില്ല, എന്തായാലും ഡ്രീമി നൂഡിൽസ് എന്നാണ്. 31 സബ്ബേ ഉള്ളൂ. ഈ ചാനലിലെ ഒരു ഇത് റീച്ച് എങ്ങനെയാണ് എന്തൊക്കെയാണ് എന്നൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റുന്നതായിരുന്നു. ഇപ്പൊ കുറച്ച് ആൾക്കാർ വേറെ ഉണ്ട് ഞാൻ കാണിച്ചത്. അപ്പൊ ഇതിന് നമ്മൾ ഒരു യൂട്യൂബ് വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ റീസെന്റ് ഇവര് പോസ്റ്റ് ചെയ്ത വീഡിയോയില് ഈ 32 വ്യൂസ് വന്നത്. അതിൽ കോപ്പിറൈറ്റ് ഓൾറെഡി വന്നിട്ടുണ്ട്. കോപ്പിറൈറ്റ് വന്നത് മ്യൂസിക്കിലായിരിക്കാം. ഓക്കെ, നമ്മൾ കണ്ടന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം ഏതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ ഈ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഇതുപോലെ ജസ്റ്റ് ടച്ച് ചെയ്യുക, ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കി കഴിഞ്ഞിട്ട് ഇതിന്റെ താഴെ ഈ അനലറ്റിക്സ് എന്ന് കാണാം, അല്ലെങ്കിൽ വീഡിയോ പെർഫോമൻസ് എന്ന് കാണാം. ചെറിയ ചാനലുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ചെറിയ സബുള്ള ചാനലാണെങ്കിൽ അവിടെ അനലറ്റിക്സ് ആയിരിക്കും, അല്ലെങ്കിൽ വീഡിയോ പെർഫോമൻസ് ആയിരിക്കും. വീഡിയോ പെർഫോമൻസ് വരുന്ന ചാനൽ ഞാൻ കാണിച്ചു. ജസ്റ്റ് ടച്ച് ചെയ്യാം. ടച്ച് ചെയ്തിട്ട് ഇവിടെ ഓവർവ്യൂ കിട്ടും, ഏകദേശം എന്താണ് ഈ ചാനലിന്റെ കാര്യങ്ങൾ എന്നുള്ളത്. ഇതിൽ ഓവർവ്യൂ നമ്മൾ സെക്കൻഡ് വൺ റീച്ചിൽ ടച്ച് ചെയ്യും. അപ്പൊ റീച്ചിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇത് ടച്ച് ചെയ്തിട്ട് ഇങ്ങോട്ട് വലിക്കാം. വലുതുമായിട്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഓരോ ഡീറ്റെയിൽസ്. അപ്പൊ ഇവിടെ ഇംപ്രഷൻ എന്ന് പറയുന്നത് ഈ വീഡിയോ എത്ര പേരിലേക്കാണ് യൂട്യൂബ് എത്തിച്ചത് എന്ന് കാണാൻ പറ്റും. അപ്പൊ ഇവിടെ ഇംപ്രഷൻ എന്ന് പറയുന്നത് 80 ആണ്. 80 പേരിലേക്കാണ് യൂട്യൂബ് എത്തിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ 80 പേരിലേക്ക് യൂട്യൂബ് ഈ വീഡിയോ എത്തിച്ചു. അപ്പൊ ഈ 80 പേരുടെ റെസ്പോൺസ് എന്തായിരുന്നു, പ്രതികരണം എന്തായിരുന്നു എന്ന് നമുക്ക് നോക്കാം. ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇംപ്രഷൻ ക്ലിക്ക് ത്രൂ റേറ്റ് കാണാൻ പറ്റും. CTR നമ്മൾ സിമ്പിൾ ആയിട്ട് പറയും. അപ്പോൾ CTR എന്ന് പറയുന്നത് എത്ര പേര് ആ ചാനലിന്റെ കമ്പനിയിൽ കണ്ട് ക്ലിക്ക് ചെയ്ത് കയറി എന്നുള്ളതാണ് CTR. അപ്പോൾ 80 പേർക്ക് കാണിച്ചു, അതിൽ 13.8% ആളുകൾ ഈ വീഡിയോ കണ്ടു, അല്ലെങ്കിൽ അത് ക്ലിക്ക് ചെയ്തു എന്നുള്ളതാണ് കാണുന്നത്. ഇനി നമുക്ക് വരുന്ന വ്യൂസ് 32, അതായത് അതിന്റെ 32 വ്യൂസ് ഈ ചാനലിന് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു വീഡിയോസിന് വന്നിട്ടുണ്ട്. അപ്പൊ യൂണിക്ക് വ്യൂസ് ഒക്കെ ഇതൊക്കെ ഓക്കെ. ഇനി എൻഗേജ്മെന്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വാച്ച് ടൈം കാണാം. നമുക്ക് 0.2 ആണ് വാച്ച് ടൈം വന്നിട്ടുള്ളത്. അതുപോലെ ആവറേജ് വ്യൂ ഡ്യൂറേഷൻ 0.3
33 ആണ് വന്നിട്ടുള്ളത്. അപ്പൊ ഈ ഒരു വീഡിയോന്റെ ലെങ്ത് നമുക്ക് നോക്കാം. വീഡിയോ 5.37 അല്ല സോറി 5.47 മിനിറ്റ് ആണുള്ളത്. അപ്പൊ അതിന് വളരെ കുറച്ച് മാത്രമാണ് പിന്നെ ഇത് വന്നിട്ടുള്ളത്, ആവറേജ് വീഡിയോ ഡ്യൂറേഷൻ വന്നിട്ടുള്ളത്. അപ്പൊ അതൊക്കെ കൊണ്ടാണ് ഈ വീഡിയോ പിന്നീട് റൺ ആവുന്നത്. ഇനി നേരെ ഓവർവ്യൂ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓഡിയോ റിട്ടൻഷൻ കാണാൻ പറ്റും. ഓഡിയൻസ് റിട്ടൻഷൻ സോറി ഓഡിയോ അല്ല ഓഡിയൻസ്, അത് എപ്പോഴും മാറി. ഓഡിയൻസ് റിട്ടൻഷൻ നമുക്ക് കാണാൻ പറ്റും. ഈ ഓഡിയൻസ് റിട്ടൻഷൻ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടോ, മുകളിൽ നിന്ന് നേരെ താഴോട്ട് വന്ന് ഇവിടെ അവസാനിക്കുക. അതായത് ആളുകൾ ഇത് ക്ലിക്ക് ചെയ്ത് കയറുന്നുണ്ടെങ്കിലും അവർ വീഡിയോ കാര്യമായിട്ട് കാണുന്നില്ല. ഈ റിട്ടൻഷൻ എന്ന് പറയുന്നത് 9.6% ആണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ചാനലിന്റെ പ്രശ്നങ്ങൾ. അതായത് ഒന്ന് ഇംപ്രഷൻസ് പോകുന്നില്ല, ഇനി പോയതാണെങ്കിൽ ആളുകൾ ക്ലിക്ക് ചെയ്ത് വരുന്നുണ്ടെങ്കിലും അവര് വീഡിയോ വളരെയധികം പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് പോവാണ്. അപ്പോൾ ഈ വീഡിയോന്റെ തുടക്കത്തിലും അവസാനത്തിലും ഒക്കെ പറയുന്ന രീതിയിലൊക്കെ പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമായിരിക്കും. അപ്പൊ അതാണ് ഇതിൽ ചേഞ്ച് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ചാനലൊന്നും സക്സസ് ആവാൻ സാധ്യതയില്ല. ഇതിപ്പോ കുറെ ആൾക്കാരുണ്ട്, എല്ലാവർക്കും കാണിച്ചു തരാൻ പറ്റില്ല. ഞാൻ ഷബ്നേന്റെ വേണമെങ്കിൽ കാണിച്ചു. ഇതിപ്പോ ഷബ്നേന്റെ വീഡിയോ ആണ്. ഷബ്ന ലാസ്റ്റ് ഇട്ട വീഡിയോ നമുക്ക് നോക്കാം. മോള് പാടിയ പാട്ട് ഇതൊക്കെ ഉണ്ട്, അത്യാവശ്യം യൂസ് വരുന്നതാണ് ഷബ്നേന്റെ. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ജസ്റ്റ് സ്ക്രോൾ ചെയ്യാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു വീഡിയോ പെർഫോമൻസ് നമുക്ക് കൊടുക്കും. അപ്പൊ വീഡിയോ പെർഫോമൻസിൽ നമുക്ക് കാണാൻ പറ്റും പിന്നെ വ്യൂസ് എത്ര വന്നു, ഇംപ്രഷൻ എത്ര വന്നു. ജസ്റ്റ് എന്ത് ചെയ്യാം, ഇതില് വീഡിയോ പെർഫോമൻസ് ക്ലിക്ക് ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഓവർവ്യൂ കിട്ടി. ഇതിന് വ്യൂസ് വന്നിട്ടുണ്ട്, അതിന്റെ ഏരോ ഡൗൺ ആയിട്ട് കാണാം. അതായത് 153 കൗണ്ട് കുറവാണ്, കഴിഞ്ഞ വീഡിയോയിലേക്കാളും കുറവാണ് എന്നാണ് കാണിക്കുന്നത്. ഇപ്പൊ മാറി ഇപ്പോഴും കുറഞ്ഞൊക്കെ ഇരിക്കും. തൊട്ട് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും യൂട്യൂബ് റെക്കമെൻഡേഷൻസ് വഴിയാണ് 309 വ്യൂസും വന്നിട്ടുള്ളത്. അത് നല്ലൊരു കാര്യമാണ്. എന്നാലും എന്ത് പറ്റി ഈ വീഡിയോക്ക്, എന്തുകൊണ്ട് ഈ വീഡിയോ ഫെയിലായി എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഓഡിയൻസ് റിട്ടൻഷൻ 31.6% ആണ്. അത് വലിയ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം ടോപ്പ് മൂവ്മെന്റ് ഇൻട്രോയിലൊക്കെ കുറച്ച് നല്ല നേരത്തെ വീഡിയോ പോലെയല്ല, കുറച്ച് ഇമ്പ്രൂവ്മെന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ മിക്കവാറും എന്തായിരിക്കാം ഇതിൽ നമുക്ക് റീച്ചിൽ വന്ന് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഇംപ്രഷൻസ് കണ്ടോ, 10.9K ആണ്. അതായത് 10,000-ലധികം പേർക്ക് എത്തിയിട്ടുണ്ട്. അതിൽ പകുതി ആൾക്കാർ കണ്ടിട്ടില്ല. അപ്പൊ 3.1% മാത്രമേ ഇംപ്രഷൻ ഉള്ളൂ. അപ്പൊ ഇനി എനിക്ക് തോന്നുന്നു ഈ വീഡിയോ റീച്ച് ആവണമെങ്കിൽ ആ കമ്പനിയിൽ നമ്മൾ മാറ്റിയിട്ട് അവിടെ എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുക്കേണ്ടി വരും. സാധാരണ ഷബ്നത്തിൽ അങ്ങനെ ചെയ്യാറില്ല. ഞാൻ ചെയ്തു കൊടുക്കാനൊക്കെ പറ്റുന്നുണ്ടായിരുന്നു. ഇതാണ് ഇവിടെ സംഭവിച്ചത്. ഇപ്പൊ എൻഗേജ്മെന്റ്സിൽ വന്നാൽ നമുക്ക് കാണാൻ പറ്റും. വാച്ച് അവർ പക്ഷേ കുഴപ്പമില്ല. അതായത് വീഡിയോ കണ്ട ആളുകൾ കുറച്ച് സമയം കണ്ടിരിക്കുന്നതുകൊണ്ട് 11.1 എന്ന വാച്ച് അവർ വന്നിട്ടുണ്ട്. ആവറേജ് വ്യൂ ഡ്യൂറേഷൻ കുഴപ്പമില്ല, 1.32 വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഓക്കെയാണ്. അപ്പൊ ഇനി നമുക്ക് നോക്കേണ്ടത് റീച്ച് ടാബിന് വന്നിട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും കണ്ടന്റ് സജഷൻ ദിസ് വീഡിയോ. അപ്പൊ ആർക്കൊക്കെയാണ് അല്ലെങ്കിൽ ഏതൊക്കെ വീഡിയോയിൽ കൂടിയാണ് ഈ വീഡിയോ സജസ്റ്റ് ചെയ്ത് പോകുന്നത് ഒരുപാട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഒരുപാട്. ഇതാണ് നമുക്ക് ഏതൊരു പുതിയ യൂട്യൂബറിനും വരേണ്ട ഒരു കാര്യം. ഇതാണ് കണ്ടന്റ്. നമ്മുടെ കണ്ടന്റ് മറ്റു വീഡിയോസിന് കൂടെ സജസ്റ്റഡ് ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഒരു കാര്യം അവിടെ സക്സസ് ആയി. അതായത് വീഡിയോ എല്ലാവരിലേക്ക് എത്തുന്നുണ്ട്. പിന്നെ ആളുകൾ കാണാത്തതാണ് എന്തെങ്കിലും പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളിപ്പോൾ എന്നെ സബ് ചെയ്യുമോ, എനിക്ക് വാച്ച് ഓവർ കൂടി തരുമോ എന്ന് പറഞ്ഞ് നടക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ നോക്കി നമുക്ക് മനസ്സിലാവും നമ്മൾ വീഡിയോ എന്താവുന്നുണ്ട്, ആളുകളിലേക്ക് എത്തുന്നുണ്ട്. പക്ഷെ ആളുകൾ റിജക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ റിജക്ഷനുള്ള കാരണം നിങ്ങൾ കണ്ടെത്തി ശരിയാക്കാറുണ്ട്. അവിടെയാണ് നിങ്ങളുടെ സമയവും എഫോർട്ടും എടുക്കുന്നത്. നിങ്ങളെല്ലാവരും സബ് ചോദിച്ച് നടക്കുന്ന എഫോർട്ടിന് പകരം ഇവിടെയാണ് നിങ്ങൾ ടൈം യൂസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ആവുമ്പോൾ എന്ത് ചെയ്യും, ആ വീഡിയോ കയറി വരും. ഇപ്പൊ ഇതിൽ എനിക്ക് തോന്നുന്നു ഇംപ്രഷന്റെ പ്രശ്നമുണ്ട്. അപ്പൊ ഈ ഒരു കമ്പനിയിൽ മാറ്റിയിട്ട് നമ്മൾ വേറൊരു എന്തെങ്കിലും കമ്പനീസ് ഒക്കെ കൊടുത്താൽ ചിലപ്പോൾ അത്യാവശ്യമായിട്ട് കയറി പോകാൻ സാധ്യത. എന്തായാലും നാളെ അവിടെ ചെക്ക് ചെയ്ത് നോക്കാം. ഷബ്നത്തിന്റെ എല്ലാ വീഡിയോ അങ്ങനെ അല്ല കേട്ടോ. ചില വീഡിയോസ് പോലെ 1500 വ്യൂസ് വന്നിട്ടുണ്ട്.
1500 ഉണ്ട്. ഇത് കണ്ടോ, വ്യൂസ് ഹൈ ആണ്, അതുപോലെ ഇംപ്രഷൻ ഉണ്ട്. പിന്നെ ആവറേജ് വ്യൂ ഡ്യൂറേഷൻ കുറച്ച് കുറവുണ്ട്. അത് തൊട്ട് മുന്നേയുള്ള വീഡിയോ എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും ഹൈ ലെവലിൽ പോയത് കൊണ്ടായിരിക്കും. സബ്സ്ക്രൈബേഴ്സ് കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം കണ്ടോ, റിട്ടൻഷൻ കണ്ടോ, 52%. ടോപ്പ് മൊമെന്റ്സ് ഇൻട്രോ അത്യാവശ്യം നല്ല ഇതാണ്, 61%. അതായത് ആദ്യത്തെ 30 സെക്കൻഡിൽ 61% ആളുകളും കണ്ടിട്ടുണ്ട്. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. 30 സെക്കൻഡ് എത്രത്തോളം ആൾക്കാർ കാണുന്നു. ഇതേ സമയത്ത് നമ്മൾ നേരത്തെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവരുടെ ഒരു ചാനലിന് ഈ ഒരു വീഡിയോ ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതുണ്ടോ, ഇവിടെ കണ്ടോ, നേരെ ആദ്യത്തെ 30 സെക്കൻഡ് ഒന്നും പറയാനില്ല. ഇവിടെ തന്നെ ആദ്യത്തെ 30 സെക്കൻഡ് ഒന്ന് ഡ്രോപ്പ് ആയി, മുഴുവൻ ഡ്രോപ്പ് ആയിട്ട് പോയി. അതാണ് ഈ വീഡിയോയുടെ ഫെയിലിയർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളിലാണ് ശ്രദ്ധ കൊടുക്കേണ്ടത്. അതിൽ ഓരോന്നായിട്ട് നോക്കുക, എങ്ങനെയാണ് അത് വർക്കാവുന്നത് എന്നൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഡോക്ടറിന്റെ ആണ്, എല്ലാവരും ഇങ്ങനെ കാണിച്ചു തരാൻ പറ്റില്ല, എന്നാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കാണിക്കുന്നതാണ്. ഇത് 56,000K വന്നിട്ടുണ്ട്, ലാസ്റ്റിൽ വന്നാണ്. ഇത് കണ്ടോ, വ്യൂസ് കണ്ടോ, വ്യൂസ് ഇംപ്രഷൻ 10.5 ഉണ്ട്, ഹൈ ഇതിലാണ് പോകുന്നത്. ഇതൊക്കെ നമ്മളെ ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ്. റീച്ച് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. 5 ലക്ഷം ഇംപ്രഷൻ വന്നിട്ടുണ്ട്, 10.5 CTR ഉണ്ട്, പിന്നെ വ്യൂസ് ഉണ്ട്. നമ്മൾ റീച്ച് ടാബിൽ താഴെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സജഷൻസ് വന്നിട്ടുണ്ടാകും. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്, നമ്മുടെ വീഡിയോ സജഷനിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ കേൾക്കുന്നുണ്ടോ എല്ലാരും? കേൾക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വീഡിയോസ് ഇതുപോലെ സജഷനിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ ഇംപ്രഷൻസ് നോക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ചില ആളുകളുടെ വീഡിയോ കണ്ടന്റ് സജസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ ചെയ്യാത്ത ആരെങ്കിലൊക്കെ, വീഡിയോ കാണുന്ന ആരെങ്കിലൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ കറക്റ്റ് ടൈം വെച്ചിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് 7 മണിക്കാണ് 7 മണിക്ക്, 8 മണിക്കാണ് 8 മണിക്ക്, അല്ലെങ്കിൽ 2 ദിവസം ഗ്യാപ്പിലാണ് 2 ദിവസം ഗ്യാപ്പിൽ, 3 ദിവസം ഗ്യാപ്പാണ് 3 ദിവസം ഗ്യാപ്പിൽ, അതൊന്നും വിഷയമല്ല. പക്ഷെ നിങ്ങൾ കറക്റ്റ് ടൈമിങ്ങിൽ ഒരു 10 വീഡിയോസ് എങ്കിലും തുടർച്ചയായിട്ട് അപ്ലോഡ് ചെയ്യും. അപ്പൊ അങ്ങനെ അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾ നോക്കുക ഈ കണ്ടന്റ് സജഷൻ വരുന്നുണ്ടെന്നുള്ളത്. അത് എനിക്ക് തോന്നുന്നു ഒരു 5-6 വീഡിയോസ് കഴിയുമ്പോഴേക്കും ചിലപ്പോൾ 2-3 വീഡിയോസിന്റെ കൂടെ സജഷൻസ് വരാൻ തുടങ്ങി. പിന്നെ അത് കൂടി 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 വന്നിട്ട് ചാനൽ അത്യാവശ്യം ഉപയോഗിച്ചാവുന്ന രീതിയിൽ പോകും. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റ് കണ്ടന്റുകളുടെ മറ്റ് കാര്യങ്ങളോട് ശ്രദ്ധിക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 1-2 മാസം കൊണ്ട് ചാനൽ മോണിറ്റൈസേഷൻ ആക്കി എടുക്കാൻ പറ്റും. ഇനി ഇതിൽ നോക്കേണ്ട കാര്യം, നേരത്തെ ഞാൻ പറഞ്ഞ ആവറേജ് വ്യൂ ഡ്യൂറേഷൻ കുറയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രസന്റേഷനിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നമുണ്ടോ? പ്രസന്റേഷന്റെ പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾ പറഞ്ഞു തുടങ്ങുമ്പോൾ ആദ്യം തന്നെ, അതായത് വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഇൻട്രോ ഇനി മുതൽ കാണിക്കേണ്ട ആവശ്യമില്ല. അതായത് ഇൻട്രോ കാണിക്കേണ്ട ആവശ്യമില്ല. അവിടെ നമുക്ക് ഡയറക്റ്റ് തന്നെ പറഞ്ഞു തുടങ്ങും. ഇൻട്രോസ് ഒക്കെ കാരണം 2025 ആകുമ്പോഴേക്കും ഇൻട്രോന്റെ ഒക്കെ ഒരു പ്രസക്തി നഷ്ടപ്പെട്ടു എന്ന് പറയാം. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുന്നു, ഇപ്പം ജസ്റ്റ് ആദ്യം തന്നെ പറഞ്ഞു തുടങ്ങാം. ഇല്ലെങ്കിൽ നമ്മളിപ്പം ട്രാവൽ വ്ളോഗ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ ക്ലിപ്സ് ചെറുതായി കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, അവിടെ ഒരു 30 സെക്കൻഡ്സിനുള്ളിൽ കാണിച്ചിട്ട് പിന്നെ നിങ്ങൾ ചെറിയൊരു ഇൻട്രോ വെച്ചിട്ട് തുടങ്ങാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് അവസാനം വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് ഇൻട്രോ ഔട്ട്രോ ആയിട്ട് കാണിക്കാം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുന്നത്, വീഡിയോ തുടങ്ങുന്ന സമയത്ത് ഒരു കാരണവശാലും നിങ്ങൾ എനിക്ക് എല്ലാവർക്കും നമസ്കാരം, എന്നെ സബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം, എല്ലാവരും ലൈക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് സമയം കളയരുത്. കാരണം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ സമയമാണ് 30 സെക്കൻഡ് എന്ന് പറയുന്നത്. അതിനുള്ളിൽ നിങ്ങളുടെ വീഡിയോയിലേക്ക് ആളുകളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകും നിങ്ങൾ തുടങ്ങാൻ വേണ്ടിയിട്ട്. നമ്മൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, അവിടെ സബ് ചോദിക്കരുത്. സബ് ചോദിക്കേണ്ട ആളുകൾക്ക് എന്ത് ചെയ്യാം, വീഡിയോന്റെ സെന്ററിലായിട്ടോ അവസാന ഭാഗങ്ങളായിട്ടോ സബ് ചോദിക്കാം, അല്ലെങ്കിൽ ആനിമേഷൻ കാണിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ നിങ്ങൾ സബ് ചെയ്യണമെന്ന് വളരെ ചുരുക്കത്തിൽ പറഞ്ഞിട്ട് ആളുകളെ റിമൈൻഡ് ചെയ്യുക, ഓർമ്മിപ്പിക്കാം സബ് ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, തുടക്കക്കാരായ ആളുകൾ ചാനൽ നോക്കേണ്ടത്. ഇനി ഇതിൽ ഞാനിപ്പോ കാണിച്ചു തരുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക.
ആ ഭാഗം ഞാൻ ക്ലിയർ ചെയ്തത്. സാറേ എനിക്ക് 8:30 കയറാൻ പറ്റിയേ. അത് കുഴപ്പമില്ല. പിന്നെ അതിന് നമുക്ക് റെക്കോർഡിങ്സ് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇത് അപ്ലോഡ് ചെയ്യും. അപ്പൊ നമ്മൾ ഈ ഇംപ്രഷൻ കൂട്ടാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അത് അതിന്റെ സെറ്റിംഗ്സ് ആണോ? നമുക്ക് ഇംപ്രഷൻസ് കൂട്ടാനായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇംപ്രഷൻസ് കൂട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ തുടർച്ചയായിട്ട് വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുക. അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഒരേ സമയത്ത് വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഇംപ്രഷൻസ് കൂടി വരും. ഇംപ്രഷൻസ് കൂടണമെങ്കിൽ വീഡിയോ പോസ്റ്റിംഗ് മാത്രമല്ല, പിന്നെ നമ്മൾ വീഡിയോ കണ്ട ആളുകൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നത് കൂടിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് 100 പേർക്ക് അയച്ചു, 100 പേർക്ക് നമ്മൾ വീഡിയോ അയച്ചിട്ട് ഈ 100 പേര് എത്ര പേര്, ഒരു 30 പേരോ 40 പേരോ കണ്ടിട്ട് യൂട്യൂബ് ചെയ്യും. നെക്സ്റ്റ് ഒരു 150 പേര്. അപ്പൊ അതിന് കുറച്ച് ആൾക്കുണ്ട്, അടുത്ത ആൾക്കാർക്ക്. പക്ഷെ ആദ്യത്തെ 100 പേര് തന്നെ കാര്യമായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നില്ല എങ്കിൽ യൂട്യൂബ് ഇംപ്രഷൻസ് അയക്കുന്നത് നിർത്തും. അതായത് യൂട്യൂബ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് നിർത്തും. പിന്നെ വീഡിയോ അനുമതി. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇപ്പൊ അങ്ങനെ സംഭവിച്ചോന്ന് വെച്ചോ, പിന്നീട് അങ്ങനെ സംഭവിച്ച ഒന്നും ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ വീഡിയോ ചെയ്യുന്ന സ്റ്റൈല് മാറ്റുക, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പുതുതായിട്ടുള്ള കുറച്ച് എൻഗേജ്മെന്റ്സ് ഉള്ള സംഭവങ്ങൾ കൊണ്ടുവരാം എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പൊ അതെങ്ങനെ കൊണ്ടുവരണം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോ ടോപ്പിക്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആദ്യത്തെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ആദ്യത്തെ ഒരു മണിക്കൂറിനുള്ളിലൊക്കെ പിന്നെ എന്ത് ചെയ്യാം, ഒരു 5-10 ആൾക്കാരെ കണ്ട ചെറിയൊരു എൻഗേജ്മെന്റ് അവിടെ വരും. അതുകൊണ്ടാണ് ഞാൻ ഗ്രൂപ്പിൽ പറയുന്നത്, നിങ്ങൾ ഗ്രൂപ്പിലുള്ള ആളുകൾ എന്ത് ചെയ്യാം, വീഡിയോ പോസ്റ്റ് ചെയ്ത് ആദ്യം മൊമെന്റ്സിൽ നിങ്ങൾ യൂട്യൂബിൽ ലിങ്ക് ഇട്ടപ്പോൾ അത് കണ്ടിട്ട് അല്ലാതെ ഒന്ന് കാണുന്നവർ മുഴുവനായിട്ട് കാണാൻ ജസ്റ്റ് ഒന്ന് കമന്റ് ഇട്ട് കൊടുക്കാം. ഒരു എൻഗേജ്മെന്റ് അവിടെ വരുന്നത് കൊണ്ട് ആ വീഡിയോ ചെറുതായിട്ട് ഒന്ന് പരിക്കും. പക്ഷെ പിന്നീടുള്ള ആ ഒരു എന്താ പറയാ, അതിന്റെ റീച്ച് കിടക്കുന്നത് ആക്ച്വലി നിങ്ങൾ വീഡിയോ എത്രത്തോളം നല്ലതാണ് എന്നതിന്റെ മുകളിലാണ്. പലപ്പോഴും ആളുകൾ ഫെയിൽ ആവുന്നത് ഈ വീഡിയോ കൊണ്ട് എന്താ പറയാ, വീഡിയോക്ക് ഒരു കൃത്യമായിട്ടുള്ള ഒരു എന്തെങ്കിലും ഒരു വാല്യൂ ഇല്ലാത്തതുകൊണ്ടാണ്. എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോയിട്ട് പോസ്റ്റ് ചെയ്യാന്ന് പറയുന്ന പരിപാടികളൊക്കെ ഇനി അങ്ങോട്ടും പറ്റൂല. അതുപോലെ തന്നെ ഇതിന്റെ കൂടെ ഏറം ചെയ്തിട്ട് വേറെ കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും 4000 മണിക്കൂറും 1000 സബിനെയും കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കരുത്. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻഡിന് മുഴുവൻ അത് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ അത് നിങ്ങൾ അച്ചീവ് ചെയ്യും. കാരണം നിങ്ങളുടെ സ്വപ്നം എന്താണ്? 4000 മണിക്കൂർ 1000 സബ്ബുമാണ്. അത് നിങ്ങൾ അച്ചീവ് ചെയ്യുമായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് അതിന്റെ അപ്പുറത്തേക്ക് സക്സസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഇടുന്ന ആദ്യ ദിവസങ്ങളിൽ തന്നെ, അതായത് 1-2 വീഡിയോസ് ഇട്ട് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ ഇതൊക്കെ നോക്കിയിട്ട് ചേഞ്ചസ് കൊണ്ടുവന്നുകൊണ്ടേയിരിക്കാം. അങ്ങനെ ആകുമ്പോൾ ഈ 4000 മണിക്കൂറും ഈ സബ്ബൊക്കെ സിമ്പിൾ ആയിട്ടാവും. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു 1-2 മാസത്തിനുള്ളിൽ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ അതിന്റെ പിന്നാലെ പോകാതെ നിങ്ങളുടെ വീഡിയോ തുടക്കത്തിൽ തന്നെ നല്ല രീതിയിൽ 1000, 2000, 3000 വ്യൂസ് വരണം എന്നൊരു ട്രെൻഡിങ് അതിലേക്ക് വർക്ക്ഔട്ട് ചെയ്തോണ്ടിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും പിന്നീട് എന്താ, മോണിറ്റൈസേഷൻ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം വ്യൂസ് വന്നിട്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പൈസ കിട്ടും. ഇല്ലെങ്കിൽ മോണിറ്റൈസേഷൻ ആക്കിയപ്പോൾ 1 വർഷം കഴിഞ്ഞാലൊക്കെയാണ് പൈസ കിട്ടും. അപ്പൊ അത്രയും സമയം നിങ്ങൾ ഇതിനോട് സ്പെൻഡ് ചെയ്യാന്ന് പറയുമ്പോൾ ഇല്ലാത്ത എല്ലാവർക്കും പറ്റിക്കൊള്ളണമെന്നില്ല. സാറേ, പിന്നെ നമ്മൾ ഏറ്റവും വ്യൂസോ അല്ലാണ്ട് കുറഞ്ഞിട്ട് 7 വ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നോണ്ട് കുഴപ്പമുണ്ടോ? വീഡിയോ ഡിലീറ്റ് ചെയ്യാം, പക്ഷെ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്താൽ കുഴപ്പമില്ല. പക്ഷെ തുടർച്ചയായിട്ട് വീഡിയോസ് ഡിലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കേണ്ടത് പിന്നെ ഒരു കാര്യമുണ്ട്. നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ തുടർച്ചയായിട്ട് വീഡിയോസ് ഡിലീറ്റ് ചെയ്ത് ഇപ്പൊ 5 വീഡിയോ ഉള്ളൂ എന്ന് വെക്കുക. 5 വീഡിയോയിൽ നിങ്ങൾ 2 വീഡിയോ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ചാനൽ ഫ്രീസ് ആയി പോകാനുള്ള ഒരു. പക്ഷെ ഡിലീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇതിലെ ഒരു പാർട്ടാണ്. അതായത് ക്രിയേറ്റ്, ഡിലീറ്റ്, അപ്ഡേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറേ പ്രോഗ്രാമിംഗ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു സാധനം ആക്കുമ്പോൾ ബേസിക് ആണ് ഇത്. ഒരു എന്തെങ്കിലും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വീഡിയോ എന്ത് ചെയ്യണം, എഡിറ്റ് ചെയ്യപ്പെടേണ്ടി വരും. അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഡിലീറ്റ് ചെയ്യേണ്ടി വരും, റീനെയിം ചെയ്യേണ്ടി വരും. അങ്ങനെ കുറച്ച് ബേസിക് ആയിട്ടുള്ള സാധനങ്ങളുണ്ടല്ലോ, അതിന് ശേഷം ഒന്നാണ് ഡിലീറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഡിലീറ്റ് നമുക്ക് എന്തായാലും ചെയ്യാം. പക്ഷെ കംപ്ലീറ്റ് ഡാറ്റ, അതായത് അൽഗോരിതത്തിന് മനസ്സിലാക്കി വെക്കുന്ന കുറെ നമ്മൾ വീഡിയോസ് വെച്ചിട്ടാണ് അൽഗോരിതം മനസ്സിലാക്കി വെക്കുക. പക്ഷെ അതിന് ഇൻഫർമേഷൻ ലോസ് ആവുന്ന രീതിയിൽ ഒരു മാസ ഡിലീറ്റിംഗ് എന്ന് പറയുന്ന സംഭവം ചെയ്യരുത്. ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നതിന് കൊണ്ട് കുഴപ്പമില്ല. ഒരേ ദിവസം തന്നെ 4-5 വീഡിയോസ് ഡിലീറ്റ് ചെയ്യും.
അപ്പോഴാണ് പ്രശ്നം വരുന്നത്. സാറേ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ഈ ഷോർട്സ് ഇട്ടിട്ട് വ്യൂസ് കിട്ടി, ഇപ്പൊ ലോങ് വീഡിയോ ഇടുമ്പോ വ്യൂസ് കിട്ടുന്നില്ല എന്നുള്ളത്. അപ്പൊ ഞാൻ ഇനിയിപ്പോ ലോങ് വീഡിയോ ചെയ്ത് തുടങ്ങാം എന്നുള്ളൊരിതില് ലോങ് വീഡിയോ ഇട്ട് തുടങ്ങാണ് ഇപ്പൊ. അപ്പൊ ഇനി ഇപ്പൊ ഷോർട്സ് കംപ്ലീറ്റ് ആയിട്ട് നിർത്തണോ, അത് അതിനൊപ്പം തന്നെ ഇടുന്നോണ്ട് കുഴപ്പമുണ്ടോ? ഞാൻ ഷോർട്സ് എന്തുകൊണ്ടാണ് ഷോർട്സ് സ്റ്റക്ക് ആവുന്നത് എന്നതിനെ കുറിച്ച് ഞാനൊരു ഇതുപോലെ ഒരു ഗൂഗിൾ മീറ്റ് വെക്കുന്നുണ്ട്. നമ്മൾ വേറൊരു ഗ്രൂപ്പ് കൂടി ഉണ്ട്. അപ്പൊ ആ ഗ്രൂപ്പിന്റെ ആളുകളായിട്ട് പറഞ്ഞാൽ അവരൊക്കെ കുറച്ച് അത്യാവശ്യം മറ്റേ ഡോക്ടർക്ക് കണ്ടില്ല, അവര് കുറച്ച് അത്യാവശ്യം റീച്ച് ആയ ആളുകളാണ്. അപ്പൊ അവരെ വെച്ചിട്ട് ഇതുപോലെ മീറ്റ് നടത്തണം എന്നാലും ഞാൻ പറയാം. അതായത് നമ്മള് ഷോർട്സ് കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കുന്നത്, ഈ ലോങ് വീഡിയോസ് റീച്ച് ആവുന്നത് കുറയും. അതിന്റെ പിന്നിലുള്ള കാരണം എന്ന് പറയുന്നത് അൽഗോരിതം മനസ്സിലാക്കുന്ന ഇതാണ്. അൽഗോരിതം മനസ്സിലാക്കുന്നത് ഇന്ന ആളുടെ ഷോർട്സ് വീഡിയോസ് ഞാൻ ആളുകളിലേക്ക് എത്തിക്കുമ്പോഴാണ് ആളുകൾ ഏറ്റവും കൂടുതൽ പ്രതികരിക്കുന്നത്. അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഈ ആളുടെ ഷോർട്ട് വീഡിയോ ആണ്. അതുകൊണ്ട് ഷോർട്ട് വീഡിയോ ആണ് കൂടുതൽ ആളിലേക്ക് എത്തിക്കേണ്ടത് എന്ന് അൽഗോരിതം മനസ്സിലാക്കി പിന്നീട് നിങ്ങൾ എപ്പോഴൊക്കെ ഷോർട്സ് ഇട്ടാൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ ലോങ് വീഡിയോ ഇടുന്ന സമയത്ത് അൽഗോരിതം മനസ്സിലാക്കുന്നത് എന്താണല്ലോ, ഈ ആളുടെ ലോങ് വീഡിയോസ് ആളുകൾക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ല. ഞാന് സ്റ്റാർട്ടിങ്ങില് ലോങ് വീഡിയോ ചെയ്തിരുന്നേ, 2 കൊല്ലം മുമ്പാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ആ സമയത്ത് ലോങ് വീഡിയോ മാത്രം ചെയ്ത് ഒരു 5-6 ലോങ് വീഡിയോ മൊത്തത്തിൽ ചെയ്തിട്ടുള്ളൂ. ആ സമയത്ത് ആ ലോങ് വീഡിയോയ്ക്ക് വ്യൂസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ 7,000-8,000 ആ റേഞ്ചിലൊക്കെ ഉണ്ട് വ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഞാൻ ലോങ് വീഡിയോ സ്റ്റോപ്പ് ചെയ്തിട്ടാണ് ഷോർട്സ് ചെയ്തു തുടങ്ങിയത്. അപ്പൊ ഷോർട്സിന് കിട്ടി തുടങ്ങി. ഇപ്പൊ ലോങ് വീഡിയോ ചെയ്യുമ്പോൾ അതിൽ എല്ലാവരും വീഴുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ വർക്ക് ചെയ്യുന്നത് പിന്നെ റിവാർഡ്സിന്റെ മോഡാണ്. നമ്മൾ റിവാർഡ്സ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു, ആ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് വ്യൂസ് വരിക എന്ന് പറയുന്നത്, കമന്റ്സ് വരിക എന്ന് പറയുന്നതാണ് നമ്മളെ സംബന്ധിച്ച് റിവാർഡ്സ് എന്ന് പറയുന്നത്. നമുക്ക് അങ്ങനെയുള്ള റിവാർഡ്സ് കിട്ടുമ്പോൾ നമ്മളെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ഈ ഡോപ്പമിൻ ബൂസ്റ്റിംഗ് പോലുള്ള സംഭവങ്ങൾ വരും. അപ്പൊ അതിനോട് നമ്മൾ കൂടുതൽ താല്പര്യം കാണിച്ചുകൊണ്ടേയിരിക്കും ഷോർട്ട് ചെയ്യാൻ പറ്റും. കാരണം ലോങ് വീഡിയോ ചെയ്യുമ്പോഴല്ല, ഷോർട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ വ്യൂസ് വരുന്നതൊക്കെ നമ്മൾ ഇതിനെ കണ്ടിന്യൂസ് നമ്മൾ ആ ട്രാക്കിലേക്ക് വീഴും. എനിക്ക് അങ്ങനെയാണ് സംഭവിച്ചത്. ഷോർട്സിൽ നിന്ന് വ്യൂസ് കിട്ടി മൈൻഡ് അങ്ങനെ അങ്ങനെ തന്നെ. പിന്നെ ആണെങ്കിലേ ഇപ്പൊ ഞാൻ ലോങ് വീഡിയോ ചെയ്യാന്ന് വെച്ചിട്ട് തുടങ്ങിയാൽ മിനിമം 3 മിനിറ്റ് അങ്ങനെ എന്തെങ്കിലും ഇത്ര ഡ്യൂറേഷനിൽ തന്നെ നിൽക്കണമെന്നുണ്ടോ? 1 മണിക്കൂർ ലോങ് വീഡിയോ ചെയ്താൽ അതായിരിക്കും ഏറ്റവും കൂടുതൽ റീച്ചത്. അതെന്തുകൊണ്ടാന്ന് വെച്ചാല് പക്ഷേ ആ വീഡിയോ എൻഗേജിങ് ആയിരിക്കും. ഒരു 5 മിനിറ്റ് വീഡിയോ ചെയ്തിട്ട് അത് എൻഗേജിങ് ആയിട്ടുള്ള വീഡിയോ ആണെങ്കിൽ അത് നല്ലപോലെ വൈറലാകും. അതായത് എൻഗേജ്മെന്റ്സ് എന്ന് പറയുമ്പോൾ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സാധനങ്ങൾ അതിൽ വേണം. നമ്മളെല്ലാവരും മിസ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള പാർട്ട് അതാണ്. നമ്മൾ യൂട്യൂബ് വീഡിയോ ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ ഈ ഒരു സെഷൻ നമ്മൾ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പം യൂട്യൂബിൽ കാണുന്ന ആളുകളോട് കൂടി പറയാണ്, നിങ്ങളെല്ലാവരും മിസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോയിൽ ജനങ്ങൾക്ക് എന്ത് കാണാനുണ്ട് എന്നുള്ളതാണ്. അപ്പൊ കാണുമ്പോൾ സമയത്ത് ഇമോഷണലി അവരുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കണം. ഈ കണക്ട് ചെയ്ത് നിന്നാൽ മാത്രമേ ആളുകൾ കണ്ടിന്യൂസ് കാണൂ. ഇല്ലെങ്കിൽ പൊതുവെ കേരളത്തിലെ ആൾക്കാർ ഭയങ്കര ഒരു എന്താ പറയാ, ഒരു നെഗറ്റീവ് ചിന്താഗതിയിൽ കൂടിയാണ് പലരും വീഡിയോസ് കാണുന്നത്. അതങ്ങനെയാണ്. എനിക്ക് പലരും എന്ത് ചെയ്യുന്ന വെച്ചാൽ വീഡിയോ കാണാൻ തുടങ്ങുമ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ കുറ്റം പറയണം എന്ന് വിചാരിച്ച് കാണുന്ന ആളുകൾ. അപ്പൊ ആ രൂപത്തിലെ കണ്ടു തുടങ്ങിയല്ലേ. അപ്പൊ നമ്മുടെ വീഡിയോയിൽ അവരെ പിടിച്ചെത്തിക്കാൻ മാത്രം എന്തെങ്കിലും ഒരു ഐറ്റം ഇല്ലാതുണ്ടെങ്കിൽ ഫോക്സ് ഇല്ലാന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യും. അപ്പോഴാണ് നമ്മുടെ വീഡിയോ ഫെയിൽ ആവുന്നത്. അതിപ്പോ നിങ്ങൾ എല്ലാവരും വീഡിയോസ് മാത്രമല്ല, എന്റെ വീഡിയോസിന് കാര്യങ്ങൾ തന്നെ. എന്റെ വീഡിയോയിൽ ആളുകൾക്ക് കാര്യമായിട്ടുള്ള ഒന്നും ഇല്ലെങ്കിൽ അവർ കണ്ടിരിക്കും. അപ്പൊ അത് ഇത് പണ്ടൊക്കെ അങ്ങനെയല്ല. പണ്ടൊക്കെ നമ്മൾ ഒരു പർട്ടിക്കുലർ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇടുന്ന എല്ലാ വീഡിയോ വരുന്നതാണ്. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ഇനി എത്ര പേരില് മില്യൺ കണക്കിന് വ്യൂസ് വരുന്ന ആളായാലും എന്ത് സംഭവിക്കും, ഓരോ ഈച്ച് ആൻഡ് എവറിത്തിങ് അല്ല ഓരോ വീഡിയോസും എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഇതേപോലെ ആളുകളെ പിടിച്ചിരുന്നതായിരിക്കും. എന്നാൽ മാത്രം റീച്ച് ആവുന്നത്. കുറെ ആളുകൾക്ക് എത്തുമായിരിക്കും, പക്ഷെ റീച്ച് പോകും. പിന്നെ ഒരു കാര്യം കൂടെ, നമ്മുടെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ കോപ്പിറൈറ്റ് കാണിക്കുന്നത് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ എവിടെയാണ്? കോപ്പിറൈറ്റ് നമ്മുടെ വീഡിയോയുടെ കൂടെ തന്നെ വരും. കോപ്പിറൈറ്റ് എന്താണ്,
പിന്നെ എങ്ങനെയാണ് അത് വന്നിട്ടുള്ളതെന്ന് ആ വീഡിയോന്റെ തൊട്ട് താഴെ തന്നെ റെസ്ട്രിക്ഷൻസ്. കോപ്പിറൈറ്റ് കുറെ പ്രാവശ്യം റിപ്പീറ്റ് ആയാല് പ്രശ്നമുണ്ടോ? അങ്ങനെയാണ്. ഈ കോപ്പിറൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് കോപ്പിറൈറ്റ് ക്ലെയിം ഉണ്ട്, കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഉണ്ട്. അപ്പൊ സ്ട്രൈക്ക് ആണ് പ്രശ്നം, ക്ലെയിം വലിയ പ്രശ്നമല്ല. ഹലോ, കേൾക്കുന്നുണ്ട്. അല്ല ഞാൻ പറയുന്നത് കേൾക്കുന്നു, നിങ്ങൾ പറയുന്നത് കേൾക്കാത്ത. ഞാൻ ഇയർഫോൺ ഓഫ് ഒക്കെ ഉണ്ട്. ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇനി വേറെ എങ്ങനെ ചോദിക്കാണ്ടെങ്കിൽ ചോദിക്കാം പെട്ടെന്ന്. ഈ തമ്പനയില് നമ്മൾ സെറ്റ് ചെയ്യുന്നത് വേറെ ആപ്പില് സെറ്റ് ചെയ്തിട്ടാണോ ഇതിലേക്ക്? അത് നമ്മൾ അല്ലാതെ തന്നെ യൂട്യൂബിൽ സെറ്റ് ചെയ്യാൻ പറ്റുമോ? അല്ല, തമ്പനയിൽ യൂട്യൂബിലല്ല, നമ്മൾ വേറെ ആപ്പിലാണ്. തമ്പനയിൽ വേണമെങ്കിൽ പിന്നെ തമ്പനയില് പിന്നെ ഡിസൈൻ ചെയ്യുന്ന കോഴ്സ് ഉണ്ട്. ഞാൻ പിന്നെ ഗ്രൂപ്പിൽ പറയാത്തത് കൊണ്ടാണ്. കുറെ കോഴ്സുകൾ വന്നപ്പോൾ തന്നെ നിങ്ങളെ കൊണ്ട് കുറെ കോഴ്സ് ചെയ്യിപ്പിക്കുന്നു വിചാരിക്കുന്നത് വെച്ച് ഞാൻ പറയാത്തതാണ്. താല്പര്യമുള്ളവർക്ക് കോഴ്സ് ജോയിൻ ചെയ്താൽ കറക്റ്റ് ആയിട്ട് പഠിക്കാം എങ്ങനെയാണ് തമ്പനയിൽസ് നന്നായിട്ട് ചെയ്യാന്നുള്ളത്. അത് ഞാൻ വേണമെങ്കിൽ ഗ്രൂപ്പിലിടാം. അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ പറഞ്ഞതായിട്ട് കാര്യങ്ങളൊക്കെ. എന്റെ ഒരു വീഡിയോയില് കോപ്പിറൈറ്റ് എന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. കോപ്പിറൈറ്റ് എന്ന് നോക്കുന്ന സമയത്ത് അതില് പൂമാനമേ എന്നുള്ള ആ പാട്ടില്ലേ, അത് 4 വരി പിന്നെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആഡ് ചെയ്തപ്പോ അതിൽ കോപ്പിറൈറ്റ് എന്ന് കാണിച്ചു. പക്ഷെ യൂട്യൂബ് തന്നെ പറയുന്നുണ്ട് യൂട്യൂബിന്റെ 4 വരി യൂസ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ലാന്ന് കാണിക്കുന്നുണ്ട്. പക്ഷെ വീഡിയോക്ക് താഴെ കോപ്പിറൈറ്റ് എന്ന് കാണിക്കുന്നുണ്ട്. കോപ്പിറൈറ്റ് ക്ലെയിമോ അല്ലെങ്കിൽ നോ ഇമ്പാക്ട് ഒക്കെ ആയിരിക്കും, അത് പ്രശ്നമല്ല. സ്ട്രൈക്ക് മാത്രമാണ് സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ, ബാക്കിയൊന്നും വലിയ കെയർ ആയിട്ടാണ്. അപ്പൊ അതെങ്ങനെയാണ്, ക്ലെയിം ആണോ സ്ട്രൈക്ക് ആണോ നമുക്ക് മനസ്സിലാക്കാം? തൊട്ട് താഴെ സ്ട്രൈക്ക് ആണോ ക്ലെയിം ആണോ, നിങ്ങൾ ടച്ച് ചെയ്ത് നോക്കിയാൽ മതി. ആണല്ലേ? സ്ട്രൈക്ക് തരൂല, സ്ട്രൈക്ക് തരുന്നത് വളരെ കുറവാണ്. ആൾക്കാർ ക്ലെയിം ആണ് അധികം തരുന്നത്, സ്ട്രൈക്ക് അവർ വളരെ കുറവേ തരുള്ളൂ. അത് ചില വീഡിയോസിനൊക്കെയാണ് കൂടുതൽ സ്ട്രൈക്ക് കൊടുക്കുന്നത്. അങ്ങനെ വന്നാൽ നമ്മൾ എന്താ ചെയ്യാം? സ്ട്രൈക്ക് വന്നൊന്നും ചെയ്യാനില്ല, 90 ദിവസം നമുക്ക് ഡിലീറ്റ് ചെയ്ത് മാറ്റാനുള്ള എന്ത് ചെയ്തിട്ടും കാര്യമില്ല. 90 ദിവസം എടുക്കും പോകാൻ. ആണല്ലേ? അതിന്റെ ഇടയിൽ ഒരു സ്ട്രൈക്ക് കൂടി വന്നു കഴിഞ്ഞാൽ ചാനൽ ഫ്രീസ് ആവും. 3ാമത്തെ സ്ട്രൈക്ക് കൂടി വന്നാൽ ചാനൽ അടിച്ചു. അങ്ങനെയുണ്ടോ? പക്ഷെ സ്ട്രൈക്ക് ഒന്നും വരില്ല. അങ്ങനെ മ്യൂസിക്കിനൊന്നും അധികം വലിയ സ്ട്രൈക്ക് ഒന്നും കൊടുക്കാറില്ല. പിന്നെ സാറേ ഒരു കാര്യം, ഇൻസ്റ്റഗ്രാമിൽ ഇപ്പൊ നമ്മളൊരു ഷോർട്സ് വീഡിയോ, ഒരു 30 സെക്കൻഡുള്ള ഒരു വീഡിയോ ചെയ്തിട്ട് അതിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടേ ആ ലേബൽ ഇല്ലാണ്ട് ആ വീഡിയോ കൊണ്ടുവന്ന് ഇവിടെ റീയൂസ്ഡ് വരും. റീയൂസർ ഇപ്പോഴൊന്നല്ല വരിക, നിങ്ങൾ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്താണ് റീയൂസർ കണ്ടന്റ് വരിക. അപ്പൊ ഇത്രയും കഷ്ടപ്പെട്ട് അവസാനം നിങ്ങൾ മോണിറ്റൈസേഷൻ ആവുന്ന സമയത്ത് റീയൂസർ കണ്ടന്റ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അത് ഇൻസ്റ്റാഗ്രാമിന്റെ ID ഇല്ലാതെ ആ വീഡിയോ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടാലും വരുമോ? വരും അല്ലേ? അതിന് ഈ വീഡിയോസിലും ഫോട്ടോസിലൊക്കെ മെറ്റാ ഡാറ്റ എന്ന് പറയുന്ന സാധനമുണ്ട്. അതിന്റെ ഇൻഫോർമേഷൻ ഉണ്ടാവും. അത് എവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തു, എപ്പോൾ അപ്ലോഡ് ചെയ്തു, ആര് ക്രിയേറ്റ് ചെയ്തു എന്നൊക്കെ നമ്മൾ കാണാൻ പറ്റില്ല. നമുക്ക് എല്ലാവരും തന്നെ എടുക്കാൻ പറ്റും, ചില ആപ്പൊക്കെ വെച്ചിട്ട് എടുക്കാൻ പറ്റും, കാണാൻ പറ്റും, മെറ്റാ ഡാറ്റ കാണാൻ പറ്റും. അതിലാണ് ഉണ്ടാവും ഇത് എങ്ങനെയാണുള്ളത്. അപ്പൊ യൂട്യൂബ് അത് കറക്റ്റ് പിടിക്കും. അതപ്പോ ഇനി ഡിലീറ്റ് ചെയ്യണമെന്നാണോ? ഞാൻ അങ്ങനെ കുറച്ച് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീഡിയോസ്. ഇപ്പൊ ചെയ്യുന്നില്ലെങ്കിലും മെല്ലെ പതുക്കെ പതുക്കെ ഓരോന്നോരോന്നായിട്ട് ചെയ്താൽ മതി. സാർ ഒരു ക്വസ്റ്റ്യൻ കൂടി. പിന്നെ എന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോയില് കുറച്ച് ക്ലിപ്പിംഗ്സ് ഏട്ടന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പാട്ട് വെച്ചിട്ട്. അപ്പൊ അങ്ങനെ വന്ന എന്താ ചെയ്യണ്ടേ? 2 ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്നാ പറയുന്നത്. അത് ഏട്ടൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞോ? അതിന്റെ വിഷയം വരുമോ? ഇല്ല, അപ്പം വിഷയം വരാൻ സാധ്യത കുറവാണ്. ഓക്കെ സാർ. പെട്ടെന്ന് ചോദിക്കണേ കാര്യങ്ങളുണ്ടെങ്കിൽ. പിന്നെ നമ്മൾ ഈ ലോങ് വീഡിയോ ചെയ്യുന്ന സമയത്തെ ഈ ബാക്ക്ഗ്രൗണ്ടിലുള്ള മ്യൂസിക് കോപ്പിറൈറ്റ് അടിക്കും എന്ന് പറയുന്നത് ശരിയാണോ? ഏത് മ്യൂസിക്കാണോ? കോപ്പിറൈറ്റ് അല്ല, കോപ്പിറൈറ്റ് ക്ലെയിം. അത് ക്ലോൺ ആണെങ്കിലും മ്യൂസിക്കിൽ
ടോൺ ആണെങ്കിലും അങ്ങനെയാണ് സംഭവിക്കുന്നത്. എന്താണെങ്കിലും വരും. അതായത് മ്യൂസിക്കെല്ലാം ഇതൊക്കെ ഇവര് രജിസ്റ്റർ ചെയ്യപ്പെടുന്നതാണ് യൂട്യൂബില്. പിന്നെ എന്താണ് ഇവര് രജിസ്റ്റർ ചെയ്തിട്ട് അതിന്റെ കണ്ടന്റ് ID ഒക്കെ കിട്ടുന്നതാണ്. അപ്പൊ ഈ കണ്ടന്റ് ID ഒക്കെ രജിസ്റ്റർ ചെയ്യപ്പെട്ട മ്യൂസിക്കുകളൊക്കെ മറ്റൊരാൾ ഉപയോഗിച്ചാൽ യൂട്യൂബിൽ മനസ്സിലാവുകയോ അത് ക്ലെയിമോ സ്ട്രൈക്കോ തരാനുള്ള പെർമിഷൻ അവർക്ക് കൊടുക്കുകയും ചെയ്യും. യൂട്യൂബ് അല്ല തരുന്നത്, അതിന്റെ ഓണേഴ്സ് ആണ് തരുന്നത്. അവരുടെ കയ്യിലാണ് സ്ട്രൈക്ക് തരണോ ക്ലെയിം തരണോ എന്നിട്ട് അവരാണ്. ചിലവരൊന്നും തരില്ല, ചിലവര് സ്ട്രൈക്ക് തരും, ചിലവര് ക്ലെയിം മാത്രമേ. അങ്ങനെയാണ് വരുന്നത്. ഇനി വേറെ ആർക്കും ഒന്നും ചോദിക്കുന്നില്ല എന്ന് വിചാരിക്കുന്നു. അപ്പൊ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. അതായത് നമ്മള് എങ്ങനെയാണ് പുതുതായിട്ടുള്ള ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തവർ നോക്കേണ്ടതെന്നും അതിൽ എന്തൊക്കെ മിസ്റ്റേക്കുകൾ ഉണ്ടെന്ന് നോക്കിയിട്ട് നിങ്ങൾ ഈ സാധനത്തിന് മുകളിൽ ത്രൂ ഔട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് എപ്പോഴും സ്ഥിരമായിട്ട് ഇതിങ്ങനെ അനലൈസ് ചെയ്ത് തമ്പനയില് മാറ്റി ചെയ്ത് നോക്കുക. തമ്പനയിൽ ഇപ്പൊ CTR ഡൗൺ ആണെങ്കിൽ തമ്പനയില് മാറ്റുക. അങ്ങനെ ഓരോന്നും ചേഞ്ച് ചെയ്ത് ഇങ്ങനെ അതിലേക്ക് നിൽക്കുക. അപ്പൊ അങ്ങനെയാണ് ടൈറ്റിലൊക്കെ മാറ്റുക. ടൈറ്റിൽ ഇപ്പൊ #ടാഗ് കൊടുക്കുന്നതിന് പകരം നിങ്ങൾ ടൈറ്റിൽ കറക്റ്റ് ആയിട്ടുള്ള ടൈറ്റിലുകൾ കൊടുക്കുക. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴാണ് വീഡിയോസ് നമ്മൾ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റീച്ച് ആയിട്ട് കിട്ടുക. എല്ലാവരും നമ്മളിങ്ങനെ സംഭവിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല. ഇതിപ്പോ നമ്മുടെ ഗ്രൂപ്പിൽ കുറെ ആൾക്കാരുണ്ട്. ഇതിപ്പോ കുറച്ച് ആൾക്കാർ വന്നിട്ടുള്ളൂ, കുഴപ്പമില്ല, ഞായറാഴ്ച അതുകൊണ്ടായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. അത് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ കണ്ടോളൂ. ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഇനിയിപ്പോ ഗ്രൂപ്പില് വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇല്ലാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പൊ കോൺടാക്ട് ചെയ്താൽ മതി.